സോഷ്യൽ സയൻസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന അധ്യായത്തിന്റെ കുറച്ചു ഭാഗങ്ങളാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇൻഡിഗോ റിവോൾട്ട് ഓർ നീലം കർഷകരുടെ കലാപം. ഇന്ന് നമുക്ക് മറ്റു ചില കലാപങ്ങളെ കുറിച്ച് പഠിക്കാം. ആദ്യമായി മലബാർ പ്രദേശത്ത് ബ്രിട്ടീഷുകാർക്കെതിരായും ഭൂ ഉടമകൾക്കെതിരായും നടന്ന കലാപങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മലബാർ പ്രദേശത്തു നടന്ന ലഹളകൾ, അതായത് മാപ്പിള റബലിയൻസ്. ബ്രിട്ടീഷ് മലബാർ വിറ്റ്നസ്ഡ് മെനി പെസന്റ് സ്ട്രഗിൾസ്. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ആൻഡ് ദ ലാൻഡ് ലോഡ്സ്. Farmers were tenants. Most of them were Muslim Mappilas. So these struggles are known as the Mappila rebellions. To suppress these revolts, they are formed a force named Malabar Special Police or MSP. അതായത് മാപ്പിള കലാപങ്ങൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ നിരവധി കർഷക സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഭൂ ഉടമകളുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണങ്ങൾക്കെതിരായിട്ടായിരുന്നു ഈ സമരങ്ങൾ. മലബാറിൽ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന കുടിയാന്മാരിൽ കൂടുതലും മുസ്ലിങ്ങളായിരുന്ന മാപ്പിളമാരായിരുന്നു. അതുകൊണ്ട് അവരുടെ സമരങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ടു. മാപ്പിള കലാപങ്ങളെ അമർച്ച ചെയ്യുന്നതിനു വേണ്ടി രൂപം കൊടുത്തതാണ് മലബാർ സ്പെഷ്യൽ പോലീസ് MSP. Then we can discuss about some another revolts, that is tribal revolts against British rule. അതായത് ഗോത്ര കലാപങ്ങൾ. ഇന്ത്യയിലെ ഗോത്രവർഗക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെയും അവരെ പിന്തുണച്ചിരുന്ന ഭൂ ഉടമകൾക്കെതിരെയും നടത്തിയ കലാപങ്ങൾ. ട്രൈബൽ റിവോൾട്ട്സ്. ഫസ്റ്റ് ഓൺ സാന്താൾ റിവോൾട്ട്. The Santhal is a tribal inhabiting the valleys of Rajmahal hills of Bengal, Bihar and Jharkhand. Zamindars and money lenders captured their land with support of the British. They were used as slaves in the railway construction. Thus they revolted against British rule in 1855. But it was suppressed by the British. അതായത് സാന്താൾ കലാപം ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ താമസിച്ചിരുന്ന ഗോത്ര വിഭാഗമായിരുന്നു സാന്താളുകൾ. ബ്രിട്ടീഷ് പിന്തുണയോടെ സെമീന്ദാന്മാരും പണം കടം കൊടുക്കുന്നവരും ചേർന്ന് അവരുടെ ഭൂമി പിടിച്ചെടുത്തു. അങ്ങനെ 1855 അവർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തി. എന്നാൽ ഇത് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. മറ്റൊരു കലാപമായിരുന്നു കുറിച്യർമാരുടെ കലാപം ഓർ കുറിച്യ റിവോൾട്ട് ഓഫ് 1812. വയനാട്ടിലെ 2 ഗോത്ര വിഭാഗക്കാരായിരുന്നു കുറിച്യർമാരും കുറുമ്പന്മാരും. കുറിച്യ റിവോൾട്ട്
It was organized by the Kurchia tribes of Wayanad in 1812. The British government suppressed the revolt and killed Rama Nambi, the leader of Kurchia revolt. Causes of the Kurchia revolt. First one, excessive tax. Next, compulsion of paying tax in cash. Last one, seizing of agricultural land. കുറിച്യർ കലാപം 1812 വയനാട്ടിലെ ഗോത്രവർഗക്കാരായിരുന്ന കുറിച്യർമാരും കുറുമ്പന്മാരും കലാപം സംഘടിപ്പിച്ചു. എന്നാൽ ഈ സമരത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും കലാപ നേതാവായിരുന്ന രാമൻ നമ്പിയെ വധിക്കുകയും ചെയ്തു. വിപ്ലവത്തിന്റെ കാരണങ്ങൾ: 1. ഉയർന്ന നികുതി. 2. നികുതി പണമായി നൽകണമെന്നുള്ള ആവശ്യം. ലാസ്റ്റ്, കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കൽ. ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ഓർ ഫോറസ്റ്റ് ലോസ് ഉണ്ടായിരുന്നു. അത്തരം നിയമങ്ങൾക്കെതിരെയും ഇവിടെ വിപ്ലവങ്ങൾ നടന്നു. എന്താണ് അതിന്റെ സാഹചര്യം എന്ന് നോക്കാം. ട്രൈബൽ റിവോൾട്ട്സ് അഗൈൻസ്റ്റ് ദ ഫോറസ്റ്റ് ആക്ട്സ്. Through forest acts, the forests were declared as protected forests. Peoples were prohibited to enter forest. The British felt free to lay railway lines and building ships, and also for plantation. The British imposed higher tax on the forest produce collected by the tribes. These situations led the tribes to fight against the British. അതായത് വന നിയമങ്ങൾക്കെതിരായി നടന്ന ഗോത്ര കലാപങ്ങൾ. ഗോത്രവർഗക്കാരെ വനങ്ങളിൽ കയറുന്നതിൽ നിന്നും വിലക്കുകയും വനങ്ങൾ സംരക്ഷിത വനങ്ങളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. റെയിൽപാളങ്ങൾ നിർമ്മിക്കുന്നതിനും കപ്പലുകൾ നിർമ്മിക്കുന്നതിനും പുതിയ തോട്ടവിളകൾ കൃഷി ചെയ്യുന്നതിനുമായി ബ്രിട്ടീഷുകാർ വൻതോതിൽ വനനശീകരണം നടത്തി. കൂടാതെ വനവിഭവങ്ങൾക്കുമീതെ ഉയർന്ന നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത്തരം സാഹചര്യങ്ങൾ ഗോത്രവർഗക്കാരുടെ വിപ്ലവങ്ങൾക്ക് കാരണമായി. ഇത്തരം കലാപങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയാണുണ്ടായത്. ഇന്ത്യയിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന നിരവധി വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. അവയെല്ലാം ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടെ തകരുകയാണുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ തുണി വ്യവസായം ആയിരുന്നു, ഓർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്കിടയാക്കിയ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. കോസസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് textile industry. Decline of Indian textile industry. First one, large scale import of machine made British textiles. Second, the machine made textiles were sold in a cheap rate. Next, the expansion of a railway. Then railway helped the British to reach the interior villages. Next, the British imposed huge tax on exported textiles from India. Last one, the British exported large amount of raw materials from India. അതായത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ: 1. യന്ത്രനിർമ്മിത തുണിത്തരങ്ങളുടെ വൻതോതിലുള്ള ഇറക്കുമതി. 2. യന്ത്രനിർമ്മിത തുണിത്തരങ്ങളുടെ വലിയ വിലക്കുറവ്. 3. റെയിൽവേയുടെ വ്യാപനം. 4. ഉൾപ്രദേശങ്ങളിൽ എത്താൻ റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. 5. കയറ്റുമതി ചെയ്യുന്ന തുണിത്തരങ്ങളിൽ വലിയ നികുതി ചുമത്തി. ലാസ്റ്റ്,
അസംസ്കൃത വസ്തുക്കളുടെ വലിയ തോതിലുള്ള കയറ്റുമതി. ഈ തുണി വ്യവസായത്തിന്റെ തകർച്ച പോലെ തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റു പരമ്പരാഗതമായ വ്യവസായങ്ങളും തകർന്നു. അതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു പോട്രി മൺപാത്ര നിർമ്മാണം, മറ്റൊന്ന് ടാനിങ് തുകൽപ്പണി, മറ്റൊരെണ്ണം മരപ്പണി കാർപെൻറ്ററി. ഇത്തരം വ്യവസായങ്ങൾ തകരാനുള്ള കാരണങ്ങൾ നോക്കാം. വില്ലേജ് ഇൻഡസ്ട്രീസ്, പോട്രി causes of decline, import of aluminum vessels, tanning, export of raw leather to Europe, carpentry, cause of decline, use of machines made of metals. അതായത് ഗ്രാമീണ വ്യവസായങ്ങൾ തകർച്ചയുടെ കാരണങ്ങൾ. ഫസ്റ്റ് ഓൺ മൺപാത്ര നിർമ്മാണം, അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി. തുകൽപ്പണി, അസംസ്കൃത വസ്തുവായ തുകലിന്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി. മരപ്പണി, ലോഹ നിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഇന്ത്യയിലെ ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ഒരു ജീവിതമാണ് നയിച്ചത്. They led a miserable life. We can see the problem faced by the laborers in the factories. First one, prolonged working hours. Second, unhealthy accommodation. Last, low wages. അതായത് ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഫാക്ടറി തൊഴിലാളികൾ നേരിട്ട പ്രശ്നങ്ങൾ. ഫസ്റ്റ്, ദൈർഘ്യമേറിയ ജോലി സമയം. സെക്കൻഡ്, കുറഞ്ഞ വേതനം. തേർഡ്, അനാരോഗ്യകരമായ താമസ സ്ഥലങ്ങൾ. ഇൻ ഷോർട്ട്, അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ആൾസോ ഇൻഡസ്ട്രിയൽ സെക്ടർ വെയർ ഡിക്ലൈൻ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. അതായത് ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ ഇവിടെ നിലനിന്നിരുന്ന പരമ്പരാഗതമായ വ്യാവസായിക മേഖലകളും തകർന്നു. ഓക്കെ, താങ്ക് യു.